ഈശ്വരോ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുക. ഒരു വേദഭാഗത്തിന്റെ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 106 അധ്യായം അതിൻ്റെ 13 വാക്യം. ആ വാക്യം ഇപ്രകാരം വായിക്കുകയാണ്: എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവർത്തികളെ മറന്നു, അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. ഇസ്രായേൽ മക്കളെ കുറിച്ച് സങ്കീർത്തനക്കാരെ എഴുതുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ഒന്നുകൂടെ വായിക്കും. എങ്കിലും അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ വേഗത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികളെ മറന്നു. അടുത്ത പാരഗ്രാഫ്: അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല, ദൈവത്തിന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് മോശ മുഖേന നടത്തിക്കൊണ്ടുവരികയാണ്. അനുഗ്രഹീതമായ ആവശ്യകരമായതെല്ലാം കരുതി അവർക്ക് നമ്മൾ വേറെ ആവർത്തന പുസ്തകത്തിൽ വായിക്കുമ്പോൾ വസ്ത്രം മുഷിഞ്ഞില്ല, ചെരുപ്പ് തേഞ്ഞില്ലെന്നാണ്. അനുഗ്രഹീതമായി മിസ്രയീമിലേക്ക് നിന്ന് വിളിച്ചു വേർതിരിച്ച് ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആ കാലയളവിലൊക്കെയും അനുഗ്രഹീതമായി നടത്തിയ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്നാൽ ചില ശോധനകൾ, പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ, ചില വേദനകൾ, ചില അപമാനങ്ങളൊക്കെ വന്നപ്പോൾ അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ വേഗത്തിൽ മറന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ശക്തമായി നടത്തി, ആവശ്യമായതൊക്കെയും കരുതി നമ്മെ പോറ്റി പുലർത്തിയ മഹാദൈവം, ആ കരുണയുള്ള ദൈവം, ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മളെല്ലാം രുചിച്ചറിഞ്ഞതാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം കരുതിയ എല്ലാം അവർ രുചിച്ചറിഞ്ഞതാണ്. നമ്മൾ സങ്കീർത്തനം 105 അധ്യായം അതിന്റെ 39 ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ, 50 വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തണലിനായി ഒരു മേഘം വിരിച്ചു. ദൈവം തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രി വെളിച്ചത്തിനായി തീ നിർത്തി. നോക്കിക്കേ, ദൈവം തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രി വെളിച്ചത്തിനായി തീ നിർത്തി. അതിശക്തമായി അനുഗ്രഹീതമായി ഇസ്രായേൽ മക്കളെ ദൈവം കൂട്ടിക്കൊണ്ടുവരിക. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ടും അവർക്ക് ചെറിയ ശോധനകൾ അവരുടെ മുൻപിൽ വന്നപ്പോൾ, ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ അവർ ദൈവത്തോട് പിറുവിറുക്കാൻ തുടങ്ങി. 106 സങ്കീർത്തനം തന്നെ അതിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെയാണ് ദൈവം അവരെ നടത്തിയത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. ദൈവം ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. ചെങ്കടലിന്റെ വെള്ളത്തെ ശാസിച്ച് അത് ഉണക്കിയിട്ട് മരുഭൂമിയിൽ എന്ന പോലെ ആ ചെങ്കടലിന്റെ ആഴിയിൽ കൂടി നടത്തി. അത്രമാത്രം കരുതി പരിപാലിച്ച് കൊണ്ടുവന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് പ്രതിസന്ധി വന്നപ്പോൾ വേഗത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ മറന്നുപോയി. ദൈവത്തിന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നില്ല. പ്രിയമുള്ളവരെ, പ്രതിസന്ധിയിൽ, പ്രയാസത്തിലാണോ നീ നടന്നു പോകുന്നത്? ഇന്ന് പ്രതിസന്ധിയാണോ, പ്രയാസമാണോ നിന്റെ ജീവിതത്തിൽ ശക്തമായി നിന്നെ അലട്ടുന്നത്? നീ കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർക്കുക. വലിയ വിടുതൽ, വലിയ പ്രതികൂലത്തിൽ നിന്നൊക്കെയും ദൈവം നിന്നെ കഴിഞ്ഞ നാളുകളിൽ വിടുവിച്ചത് നീ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. കാരണം നിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് ചെറിയ ശോധനയാണ്. അത് ദൈവം വലിയ ശോധനയിൽ നിന്നെ വിടുവിച്ചെങ്കിൽ ഈ ചെറിയ ശോധനയിലും വിടുവിക്കാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ കാത്തിരിക്കുക. കർത്താവ് നിന്നെ വിടുവിക്കും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുമെന്ന് ഈ വചനം നമ്മെ ഉറപ്പിക്കുകയാണ്. വേഗത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവർ മറന്നുപോയി. പ്രിയമുള്ളവരെ, ദൈവം ചെയ്ത ഒരു പ്രവൃത്തികളും, ദൈവം ചെയ്ത ഒരു ചെറിയ കാര്യം നീ മറന്നു പോകരുത്. അത് ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തോട് വിശ്വസ്ത ആചരിക്കുക. ദൈവം നിന്നെ ഈ വൻ കാര്യങ്ങളിൽ നിന്നൊക്കെയും, ദൈവം വൻ പ്രതിസന്ധിയിൽ നിന്നൊക്കെയും ദൈവം വിടുവിക്കാൻ അവൻ ശക്തനാണ്. നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.